ഓം അമൃതീശ്വരിയെ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. ഒരു മനുഷ്യൻ സാധാരണ പല ജീവിത സാഹചര്യങ്ങളോടും പടവെട്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരമായ ഒരു അനുഭവ പരമ്പരയാണ് ജീവിതം എന്ന് പറയാറുണ്ട്. ഈ അനുഭവ പരമ്പര അല്ലെങ്കിൽ ജീവിതം ഒരു ചക്രമായി തീരാതിരിക്കാനാണ് ആത്മീയമായ അറിവ് നേടേണ്ടത് എന്ന് പറയാറുണ്ട്. ചക്രം എന്ന് പറയുമ്പോൾ ജനിക്കുക, മരിക്കുക, ഈ രീതിയിലുള്ള ഒരു ചക്രത്തിലേക്ക്, ആ ചക്രത്തിൽ കിടന്ന് കറങ്ങാതെ അല്ലെങ്കിൽ ആ ഗതിയിലേക്ക് പോകാതെ എന്താണോ ചെയ്യേണ്ടത് അത് തിരിച്ചറിയാൻ കിട്ടുന്ന ഒരു മാർഗം, അത് ആത്മീയ ചിന്തയിലേ ഉണ്ടാകൂ എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ആത്മീയ ചിന്ത നമ്മളെ മാർഗങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കും. മാർഗങ്ങൾ പലതും ഉണ്ടാകും, പക്ഷേ ആ മാർഗങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതൊരു വലിയ വിഷയമാണ്. ആ തിരിച്ചറിയലുണ്ടാകാൻ നമുക്ക് ആത്മീയമായ ഒരു പാതയിലേക്ക് പോകണം എന്നാണ് ആചാര്യന്മാർ എപ്പോഴും പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരാളെ നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ അവരുടെ മനസ്സും സങ്കീർണമാണ്. എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സ് സങ്കീർണമാകുന്നു, ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, വിഷമങ്ങളുണ്ടാകുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ ബലവത്താണ്. ജന്മാന്തരങ്ങളിലൂടെ നമ്മൾ ആർജിച്ച് കൊണ്ടുവന്ന വാസനയുടെ ഒരു വലിയ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആ വാസനയാണ് നമ്മളെ ഇങ്ങനെയെല്ലാം നയിക്കുന്നത്. ആ വാസന എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാൽ ആദ്യം അതെല്ലാം വരുന്നത് മോഹനരൂപത്തിലായിരിക്കും വരുന്നത്. മോഹനരൂപം എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള രൂപത്തിലായിരിക്കും. അതിനെ കാണിച്ചു തരുന്നതാണ് നമ്മുടെ പുരാണ കഥകളിലൊക്കെ പൂതന അല്ലെങ്കിൽ ശൂർപ്പണഖ എന്നുള്ള കഥാപാത്രങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ആദ്യം വരുന്നത് വളരെ മനോഹരമായ രൂപത്തിലാണ്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് അവർ അവരുടെ രാക്ഷസ രൂപം എടുക്കുന്നത്. ആ രാക്ഷസ രൂപം എടുക്കുന്ന സമയത്ത് അത് നശിപ്പിക്കുകയും ചെയ്യും. അപ്പം അതുപോലെ നമ്മുടെ ഉള്ളിൽ വരുന്ന ആഗ്രഹങ്ങൾ ഓരോ വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഓരോ ചിന്തകൾക്കനുസൃതമായിട്ടോ വരുന്ന ഓരോ കാര്യങ്ങളും ആദ്യം അത് വളരെ ചെറുതായിട്ട് ഭംഗിയായിട്ടൊക്കെയായും വരുന്നത്. പിന്നീട് അത് എങ്ങനെയാണ് നമ്മളെ നശിപ്പിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അമ്മ പറയുന്ന ഒരു ഉദാഹരണങ്ങളുണ്ട്. അതായത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ചെറിയ ഉദാഹരണങ്ങളാണ് അമ്മ പറയുന്നത്. ഒരു കൂട്ടുകാരൻ ചിലപ്പോൾ ഒരു സിഗരറ്റല്ലേ വലിക്കൂ എന്ന് പറയും. അപ്പോൾ ആദ്യം നമ്മൾ കരുതും ഒന്നല്ലേ, സാരമില്ല എന്ന് കരുതും. അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്പം എന്നായിരിക്കും പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ അത് പിന്നീട് എവിടെയാണ് എത്തിച്ചേരുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെ ചെറിയ രൂപത്തിലുള്ളത് ഭീമാകാരമായ രൂപത്തിലേക്ക് വളർന്ന് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന, കാർന്നു തിന്നുന്ന, നമുക്ക് ദോഷകരമായി തീരുന്ന, നമ്മുടെ എല്ലാ സമാധാനത്തെയും തറക്കുന്ന ഒരു സംഭവമായിട്ടത് മാറും. അപ്പോൾ അതിൻ്റെ ആ തുടക്കം എവിടെ നിന്നാണ് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം തന്നെ നമ്മൾ ഒരു വിവേകം, ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധി നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല ശീലങ്ങളെ ഊട്ടി വളർത്താൻ സഹായിക്കുന്നതാണ് ആത്മീയമായ തിരിച്ചറിവ്. ഞാൻ ഈ ഉദാഹരണം പറയാൻ കാര്യം, ആത്മീയമായ ഒരു വൃക്ഷം അതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഒരു വൃക്ഷം എങ്ങനെയാണോ നല്ല ഫലം തരുന്നത്, അതുപോലെ ആത്മീയതയും നമുക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച ആ ദുഷ്ഫലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദുഷ്ചിന്തകളിൽ നിന്ന് മാറി നമുക്ക് ചിന്തിക്കാൻ അവസരം തരും. അപ്പോൾ നല്ല ഫലങ്ങൾ തരുന്ന വൃക്ഷമായി മാറിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ അത് വളരെ ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അത് വളർന്ന് ഫലം മാത്രമല്ല അനേകം പേർക്ക് തണലും കൂടി ഏകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു മഹാത്മാവിൻ്റെ ജീവിതവും എന്ന് പറയും. അനേകം പേർക്ക് തണലേകുന്നത്. മഹാത്മാക്കളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഒരു നദി ഒഴുകുന്നത്
നദിക്ക് വേണ്ടിയിട്ടല്ല. ആ നദിയിൽ നിന്ന് ജലം എടുക്കുന്നത് മറ്റുള്ളവരാണ്. നദിക്ക് വേണ്ടിയല്ല അത് ഒഴുകുന്നത്. അതുപോലെ തന്നെ വൃക്ഷം സ്വയമേവ ആ ഫലങ്ങൾ ഉപയോഗിക്കുന്നില്ല, അതും മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മഹാത്മാക്കളെന്ന് പറയും. അവരുടെ ജീവിതം എപ്പോഴും മറ്റുള്ളവർക്ക് ഗുണകരമാകുന്ന രീതിയിലായിരിക്കും. അവർ സ്വയം മറ്റുള്ളവർക്ക് തണലേകുന്നു, മറ്റുള്ളവർക്ക് ആശ്വാസമേകുന്നു, മറ്റുള്ളവർക്ക് അഭയമായി തീരുന്നു. ആ മഹാത്മാക്കളുടെ ജീവചരിത്രം എങ്ങനെയാണോ അതുപോലെയാണ് നമുക്ക് വളർന്നു വരുന്ന, അതായത് നല്ല ഗുണങ്ങളുള്ള വ്യക്തികൾ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ മഹാത്മാക്കളെ സമീപിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രേരണ, ഉപദേശം, മാതൃക ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയ്ക്ക് സഹായിക്കുന്നതോടൊപ്പം അത് മറ്റുള്ളവർക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിലേക്ക് അത് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ആ ഗുണകരമായെന്ന രീതിയിലേക്ക് ശുദ്ധീകരിക്കപ്പെടാൻ സാധിച്ചാൽ അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഗുണകരമായി തീരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഒരു നദിയിലെ വെള്ളം കുടിക്കാൻ സാധിക്കും, വൃത്തിയാക്കാൻ സാധിക്കും, കൃഷി ചെയ്യാൻ സാധിക്കും, അങ്ങനെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ല വസ്തുവായി തീരുന്ന സമയത്ത്, ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ വ്യക്തിത്വം വലുതാകുന്നത് മാത്രമല്ല അവനെക്കൊണ്ട് മറ്റുള്ളവർ കൂടി ഗുണകരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും ആത്മീയമായ ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ്. ആ വളർച്ച തീർച്ചയായിട്ടും കിട്ടുന്നത് മഹാപുരുഷന്മാരിൽ നിന്നാണ്. മഹാപുരുഷന്മാരിൽ നിന്നുള്ള സമ്പർക്കം കൊണ്ടാണ്. ആ സമ്പർക്കത്തിലൂടെ മാത്രമേ നമുക്ക് നേടാൻ സാധിക്കൂ. കാരണം അതിനുള്ള വിവേകം, അതിനുള്ള ബുദ്ധിശക്തി, ആ ഒരു തിരിച്ചറിവ്, അതിനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാം പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്.